ഹരിപ്രസാദ്, നവീൻ ജോൺ, KV പ്രശാന്ത് എന്നിവർ ചേർന്ന് കഥ എഴുതി. ഡയറക്ടർ നവീൻ ജോൺ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, കലാഭവൻ ഷാജോൺ, അലക്സാണ്ടർ പ്രശാന്ത്, സഞ്ജു ശിവറാം, റോണി ഡേവിഡ്, മധുസൂദൻ റാവു, ശ്രീകാന്ത് മുരളി, ദേവികി രാജേന്ദ്രൻ, അനീഷ് ഗോപാൽ, ദിനേശ് കൊല്ലപ്പള്ളി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പാർട്ട്നേഴ്സ് എന്ന സിനിമയിലെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ സിനിമ 1995 കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു ബാങ്ക് സ്കാമിനെ പറ്റിയിട്ടുള്ള അതിനോടനുബന്ധിച്ചുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ കേസ് അന്വേഷിക്കൽ പോലീസിൻ്റെ ഭാഗത്തുള്ള ക്രൈം ത്രില്ലർ മൂവി ആയിട്ടാണ് സാധാരണ കേസ് വരൽ. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഈ സിനിമ എടുക്കുന്നത്. ഈ സിനിമ ഇൻകം ടാക്സ് ആണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ ഒന്നുകൂടി രസമായിക്കണം. നന്നായിട്ട് തന്നെ സിനിമ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ സിനിമയിലൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്, പക്ഷെ അത് ഒരു ഇൻകം ടാക്സ് ഓഫീസർ നടത്തുന്ന ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. സാധാരണ ഒരു വെറൈറ്റി ഉണ്ട്. കാണുമ്പോൾ തന്നെ സിനിമ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വെറൈറ്റി നമുക്ക് മനസ്സിലാവും. എന്തായാലും സിനിമ വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ്. എനിക്കിഷ്ടമായി ഫിലിം. നല്ലൊരു മൂവിയാണ്, കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഇത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ഉൾഗ്രാമമാണ്. ആ സ്ഥലത്തിൽ എൻഡോസൾഫാനെ പറ്റിയിട്ടൊക്കെ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഈ സിനിമേൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്, കലാഭവൻ ഷാജോൺ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇൻകം ടാക്സ് ഓഫീസറായിട്ട് ഈ സിനിമയിൽ വരുന്നത് കലാഭവൻ ഷാജോണാണ്. വളരെ നന്നായിട്ട് തന്നെ കലാഭവൻ ഷാജോണിൻ്റെ ആ ഒരു പെർഫോമൻസൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ സഞ്ജു ശിവറാം കുറേ കാലത്തിന് ശേഷമാണ് ഈ സിനിമയിലൊരു നല്ലൊരു വെറൈറ്റി വേഷം ചെയ്യുന്നത്. വളരെ നന്നായിട്ട് തന്നെ സഞ്ജു ശിവറാം ഈ സിനിമയിൽ നന്നായിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ കുഴപ്പമില്ല. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരൊക്കെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആരും മോശമല്ല, എല്ലാവരും നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സിനിമയിലെ സോങ്സൊക്കെ കുഴപ്പമില്ല, കേട്ടിരിക്കാൻ പറ്റിയ സോങ്സാണ്. പിന്നെ അതേപോലെ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. എനിക്കിഷ്ടമായി ഫിലിം. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ സിനിമേൻ്റെ ക്ലൈമാക്സ് മാത്രം കുറച്ചൊന്ന് ബോറായിട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. അതെന്ന് വെച്ചാൽ ക്ലൈമാക്സ് ഇങ്ങനെ സംഭവിക്കുന്ന ചിന്തിക്കാൻ പറ്റണില്ല. അങ്ങനെയാണ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ചിലപ്പോൾ പഴയ കാലഘട്ടത്തൊക്കെ അങ്ങനെയൊക്കെ ഓരോ ഐഡിയകൾ ആൾക്കാരുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ എന്നാലും അത് ഉപയോഗിച്ചിരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ സിനിമ ആണെങ്കിലും ഈ നാട്ടിൽ നടക്കുന്ന സംഗതികൾ തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഒരു വ്യത്യാസമില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ തട്ടിപ്പ് തരികിട കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ക്ലൈമാക്സിൽ എനിക്ക് തോന്നിയ ഒരു അപാകതയായിട്ട് എനിക്ക് തോന്നിയതാണ്. അത് ചിലപ്പോൾ സിനിമ ആയതുകൊണ്ട് കഥയിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തിയതാവാം, എനിക്കറിയില്ല. ഇനി അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവുമെന്നും അറിയില്ല. എന്തായാലും ഈ സിനിമേൻ്റെ കഥയും തിരക്കഥയും വളരെ നന്നായിട്ടുണ്ട്. കാരണം 3 പേര് ചേർന്ന് എഴുതിയ സ്റ്റോറി വളരെ നന്നായിട്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കഥയും നല്ലതാണ്, ആ തിരക്കഥയും നല്ലതാണ്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സിനിമ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ പുതിയ സിനിമാ വിശേഷങ്ങളായി ഉടൻ തന്നെ വരും. നമസ്കാരം, ബൈ.